നമുക്കിനി ആദ്യം ഉരുളക്കിഴങ്ങും ക്യാരറ്റും പച്ചമുളകും സവാളയും ആദ്യം ഒന്ന് അരിയണം. ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കണം. ഒരു ഇരുമ്പ് ചട്ടി അതിലോട്ട് വെച്ച് കത്തിക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ വെളിച്ചെണ്ണ ഒഴിക്കുക. സവാള എണ്ണ ഒഴിക്കുക. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അത് പച്ചമുളക് അതിനകത്ത് ഉരുളക്കിഴങ്ങ് അതിനുശേഷം ഉപ്പ് വെള്ളം കുറച്ച് ഒഴിക്കുന്നത് ഇതെല്ലാം ഒന്ന് രണ്ട് കിട്ടും. വേവിച്ചതിന് ശേഷം എല്ലാം കുറച്ചും വേവാനായിട്ട് അടച്ചു വയ്ക്കുക. നോക്കാം ഇതായിക്കൊണ്ട് ഇതിലോട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളി ടേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യോജിച്ചിട്ട് അതിനുശേഷം 2 സ്പൂൺ മല്ലിപ്പൊടി, ഇടുക. കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് നേരത്തെ ഞാൻ നന്നായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് അതിന് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. കുറച്ച് കണ്ടിട്ടാണ് വരുന്നത്. ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് നേരം അടച്ചു വെച്ച് കഴിക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞില്ല. നോക്കട്ടെ എന്താണ് പീസൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഇട്ട് വെച്ചിരുന്ന അരമുറി തേങ്ങയുടെ പാല് അതിലോട്ട് ഒഴിക്കുക. വെളിച്ചെണ്ണ ഇളക്കി വെച്ച് ഒന്ന് തിളക്കണം. ഇളക്കി തിളച്ചാൽ നോക്കാം. തിളച്ചിട്ടുണ്ട്. അതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകിന് ഇടുന്നു. കുരുമുളകൊക്കെ ലാസ്റ്റ് ഇടാവുള്ളൂ. എന്നാലും അതിൻ്റെ ടേസ്റ്റൊക്കെ നിലയെ പോകുള്ളൂ. ഒരു 2 കറിവേപ്പ്, ഒരു 2 അങ്ങനെ പുതിനയില കുറച്ച് ഇതായിട്ടുണ്ട്. ദോശ, അപ്പം, ചപ്പാത്തി, ചോറ് എല്ലാത്തിനും ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം.